ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വിവരങ്ങൾ SITക്ക്. സംസ്ഥാനത്തിന് പുറത്ത് ഗൂഢാലോചന നടത്തിയ സംഘത്തെ തിരിച്ചറിഞ്ഞതായാണ് സൂചന. ഉടൻ നോട്ടീസ് നൽകി ഇവരെ വിളിച്ചുവരുത്തും. 2019 ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ഉടൻ പിടിച്ചെടുക്കാനും നീക്കം. നിലവിലെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അന്വേഷണ പരിധിയിലാണ്. റോഷിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റോഷിപാൽ, കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനത്തിന് പുറത്ത് സ്വർണം വിറ്റെന്നടക്കമുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഇതിന് പിന്നിലുള്ള ഗൂഢസംഘം ആരെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഒപ്പം PS പ്രശാന്തും അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ നിർണായകമാവുകയാണ്. കീർത്തന, ഹൈക്കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള പുതിയ ഭരണസമിതി കൂടി സംശയമുനയിലാകുന്നത്. അന്വേഷണം ആ നിലയിലേക്ക് പോകും. ഏറ്റവും പ്രധാനമായും ഈ 2025 ഈ ദ്വാരപാലക വിഗ്രഹം ഒറ്റകുറ്റപ്പണി ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനുള്ള ആ നീക്കം, അതാണ് ഹൈക്കോടതി സംശയത്തോടെ കാണുന്നത്. അന്വേഷണ സംഘം ഏതായാലും ഇനി ദേവസ്വം ഭരണസമിതിയുടെ വിജിലൻസ് അതിന്റെ മിനിറ്റ്സ് കണ്ടെത്തും, അത് പിടിച്ചെടുത്ത് പരിശോധിക്കും. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ലഭിക്കുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത്. അതിനു പുറമെ ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കവുമുണ്ട്. ഏതായാലും അന്വേഷണം കൂടുതൽ ഊർജ്ജിതപ്പെടുത്താനുള്ള നീക്കമാണ്. കാരണം ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സമയപരിധിക്കുള്ളിൽ അതിവേഗത്തിൽ സത്യസന്ധമായി അന്വേഷണം പൂർത്തിയാക്കണമെന്ന്. അത് ഉൾക്കൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിലവിൽ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക. ഏതായാലും ഭരണസമിതിയിലേക്ക് നേരത്തെ പഴയ ഭരണസമിതി 2019 2 ഭരണസമിതികളും സംശയമുനയിലാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പുതിയ ഭരണസമിതിയെ കൂടി സംശയമുനയിലാക്കുന്ന തെളിവുകൾ, അത് ഈ മിനിറ്റ്സ് പരിശോധിച്ചാലും അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിലെ മറ്റ് രേഖകൾ കൂടി പരിശോധിച്ചാലും ലഭിക്കുമെന്ന കണക്കുകൂട്ടലുണ്ട്. അത് സർക്കാരിനെ കൂടെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഉദ്യോഗസ്ഥന്മാരിൽ അന്വേഷണം ഒതുക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നു എന്ന ആരോപണം പ്രതിപക്ഷമടക്കം ഉന്നയിച്ചതാണ്. അതിനപ്പുറത്തേക്ക് ഭരണസമിതിയിലേക്കോ അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കോ അന്വേഷണം പോകില്ല എന്ന ആയിരുന്നു ആക്ഷേപം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോകുമെന്നുള്ള കൃത്യമായ സൂചന കൂടി വന്നു കഴിഞ്ഞു. അത് ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഏതായാലും ഇനിയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം, അതിനപ്പുറത്തേക്ക് അടുത്ത തവണ ഏതാണ്ട് 1.5 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണം. ആ ഘട്ടത്തിൽ ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൂടി ഉണ്ടാകും. അതൊക്കെ നിർണായകമാകും. അടുത്ത തവണ ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ, ഈ കേസ് പരിഗണിക്കുമ്പോൾ എടുക്കുന്ന നിലപാടും നിർണായകമാകും. ശ്രുതി.